ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കല്യാണി ഓടിച്ചെന്ന് കിരൺ ഉറങ്ങിക്കിടക്കുന്ന കിരണിനെ തട്ടി വിളിക്കുകയാണ്. കിരണേട്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിരൺ എഴുന്നേൽക്കുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് വീണ്ടും തട്ടി വിളിക്കുകയാണ്, എഴുന്നേൽക്ക് കിരണേട്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താ കല്യാണി എന്ന് ചോദിച്ചിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അച്ഛൻ എവിടെയാ, അച്ഛൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കിരണിന് കാര്യം മനസ്സിലാവുകയാണ്. എന്നോട് നുണയൊന്നും പറയണ്ട, സത്യം പറഞ്ഞാൽ മതി. ബാലമാമൻ വന്നിട്ടുണ്ട്, ബാലമാമൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയണ കേൾക്കുമ്പോൾ അവര് എന്തായാലും നമ്മുടെ കിരൺ ഞെട്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി സത്യം തന്നെയാണ്, അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്നോട് നുണ ഇങ്ങനെ മറച്ചു വെക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ്, ഞാനും ചേച്ചിമാരും കൂടി പോവുകയാണ് എന്ന് പറയുമ്പോൾ കാർത്തികയെ കാണുമ്പോൾ അച്ഛനിഞ്ഞ് വല്ലാത്ത ഷോക്കായി പോകും. കാർത്തികയെ കാണുമ്പോൾ ഒരു പക്ഷേ പ്രഷറൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. അത് സാരില്ല, ഞങ്ങൾ സമാധാനിപ്പിച്ചോളാം, എന്തായാലും ഞങ്ങൾ പോവാണ് തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ബാലമാമൻ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ കിരൺ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തിക ലക്ഷ്മി അമ്മയോട് ഈ വിവരം പറയുകയാണ്. ലക്ഷ്മി അമ്മയ്ക്ക് അത് കേട്ടിട്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, ദീപയുടെ മരണം നിന്റെ അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചതാണ്, അതിൽ നിന്നൊരു മോചനമായിരുന്നു നിന്റെ വിവാഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം കൂടിയായിരുന്നു. പക്ഷേ ഇപ്പം അതും നടക്കാതെ വരികയാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വീണു പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലക്ഷ്മി അമ്മയും സങ്കടപ്പെടുകയാണ്. എന്തായാലും നിങ്ങളുടെ കൂടെ ഞാനും കൂടി വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ കല്യാണി വരികയാണ്. മോളെ ഞാനും വരുന്നുണ്ട് കൂടെ എന്ന് പറയുകയാണ്. അങ്ങനെ ദിലീപിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കല്യാണം നടക്കുമെന്ന് തന്നെ നമുക്ക് അച്ഛനെ വിശ്വസിപ്പിക്കാം, അച്ഛന് അതൊരു ആശ്വാസമായി മാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവരവിടെ നിന്നും പോകാൻ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദിലീപിനെയാണ്. ദിലീപാണെങ്കിൽ കിരണിനെ വിളിക്കുകയാണ്, കിരണിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ കിരണിനോട് ദിലീപ് പറയുകയാണ്, ഞാൻ കിരണിനെ വിളിച്ച് വരുത്തിയത് വേറൊന്നിനുമല്ല, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എന്തായാലും ഈ പറയുന്ന ഗംഗപ്രസാദ് എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്തു. അവൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കാർത്തികയുടെ വിവാഹം മുടക്കുക എന്നതല്ലേ. അത് അങ്ങനെ തന്നെ നടക്കട്ടെ, കാർത്തികയുടെ വിവാഹം മുടങ്ങട്ടെ, എന്തായാലും കല്യാണം നടക്കരുത് എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ കിരൺ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ദിലീപ് പറയുന്നുണ്ട്, കിരൺ എന്താ പേടിച്ചു പോയോ? ഇതേ ഒരു അടവായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവനെ തെറ്റിദ്ധരിപ്പിക്കണം. എന്തായാലും നമ്മൾക്കിടയിൽ വളരെ രഹസ്യമായി തന്നെ നമ്മൾ അടുത്തറിയാവുന്ന കുറച്ച് ബന്ധുക്കൾ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ കല്യാണം എൻ്റെ അച്ഛൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ അത് നമുക്ക് നടത്തണം. പക്ഷേ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ ഈ കല്യാണം നടക്കുന്നില്ല, ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്നൊരു വാർത്തയാവണം വരേണ്ടത്. പ്രത്യേകിച്ച് മീഡിയക്കാരോടൊക്കെ അങ്ങനെ പറയണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു വാർത്ത ഗംഗ അറിയുമ്പോൾ അവന് എന്തായാലും സന്തോഷമായിരിക്കും, അവൻ എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് അടങ്ങിയിരുന്നോളും എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ദിലീപേ നിന്റെ ബുദ്ധി എന്തായാലും അപാരം തന്നെ, അതെന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയം അവർ അങ്ങനെ തീരുമാനിക്കുകയാണ്. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, എൻ്റെ പരിചയത്തിൽ 2-3 മീഡിയക്കാരുണ്ട്, അവരെ ഞാൻ എന്തായാലും അങ്ങോട്ട് വിടാം, അവരെന്തായാലും ഈ ഒരു വാർത്ത കൊഴുപ്പിച്ച് എല്ലായിടത്തും പറഞ്ഞോളും, ദിലീപ് കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്ന വാർത്ത എന്ന് പറയുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ദിലീപിന് കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ അത് സാരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി, അതായത് രതീഷും അതുപോലെ തന്നെ ഇവനും വേലുവും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പം അവിടേക്ക് കല്യാണി വരികയാണ്. കല്യാണി രതീഷിനോട് പറയുന്നുണ്ട്, രതീഷേട്ടാ ആ TV ഒന്ന് വെച്ച്, കിരണേട്ടൻ പറഞ്ഞു ഒരു ന്യൂസ് പോകുന്നുണ്ട് കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രതീഷ് വേഗം റിമോട്ട് എടുത്ത് TV ഓണാക്കുകയാണ്. അങ്ങനെ TV ഓണാക്കുമ്പോൾ അതിൽ കാണുന്ന വാർത്ത അവരെ ഞെട്ടിക്കുന്നതാണ്. വേറൊന്നുമല്ല, ഇതിലിപ്പോൾ വാർത്തയിൽ പറയുന്നത് ഗംഗപ്രസാദിൻ്റെ അക്കൗണ്ടിൽ ഒരു മരണം കൂടി കാർത്തികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപ് എന്ന പയ്യൻ്റെ അച്ഛനാണ് അവൻ ജീവൻ എടുത്തിട്ടുള്ളത്, അച്ഛനെയാണ് അവൻ കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു വാർത്ത ഇതിൻ്റെ ഇടയിൽ കടന്നു പോകുന്നുണ്ട്. തൻ്റെ അച്ഛനെ കൊന്ന ആ ഗംഗപ്രസാദ് അവൻ്റെ പെങ്ങളെ ഇനി വേണ്ട എന്ന് കല്യാണത്തിൽ നിന്ന് ഈ പറയുന്ന ദിലീപ് പിന്മാറി എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ രതീഷും അതുപോലെ നമ്മുടെ വേലുവും ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്.
അതിനുശേഷം നമ്മുടെ ദിലീപിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ വീട്ടിലോട്ട് ഒരു ലേഡി വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ന്യൂസിൻ്റെ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായി സാറ്, എന്തുകൊണ്ടാണ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എങ്ങനെ പിന്മാറാതിരിക്കും, എൻ്റെ അച്ഛൻ്റെ ജീവനാണ് അയാൾ എടുത്തത്, ഇങ്ങനെയൊരു ബന്ധം എനിക്ക് താല്പര്യമില്ല, പിന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് തന്നെയായിരുന്നു. അവരൊക്കെ എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു റിസ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ വിവാഹത്തിന് മുതിരുക? അതുകൊണ്ട് ഈ കല്യാണം എനിക്ക് വേണ്ട, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് വ്യക്തമായി ആ മീഡിയക്കാരോട് നമ്മുടെ ദിലീപ് പറയുകയാണ്. അതെല്ലാം കേട്ടിട്ട് വേലു അതുപോലെ രതീഷും സങ്കടപ്പെടുകയാണ്. അങ്ങനെ രതീഷ് പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയല്ലോ, ഇത്രയും ദിവസം കല്യാണം വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിരുന്നത് ദിലീപ് തന്നെയായിരുന്നല്ലോ, ഇതിപ്പോൾ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ദിലീപ് സാറ് ഇതെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ വേലുവും ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആരും വിഷമിക്കേണ്ട, ഇതൊക്കെ ഒരു നാടകം തന്നെയാണ്, ഇതിപ്പോൾ മീഡിയക്കാരോട് ചുമ്മാ തള്ളിവിടുന്നതാണ്, കാരണം ഈ പറയുന്ന എല്ലാവരും സത്യങ്ങൾ മറച്ചിരിക്കട്ടെ, എന്തായാലും കല്യാണം നടക്കും, ദിലീപേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല. ഈ ഗംഗപ്രസാദിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ന്യൂസ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വേലുവിനും അതുപോലെ രതീഷിനും ആശ്വാസമാകണം. അത് നല്ലൊരു ഐഡിയ ആണ്, ദിലീപിൻ്റെ ഐഡിയ അതൊരു സൂപ്പർ തന്നെയാണ് എന്നിങ്ങനെ രതീഷ് പറയുന്നുണ്ട്. അപ്പോൾ വേലുവും പറയണം അത് ശരിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, എന്തായാലും ആരെയും അധികം അറിയിക്കേണ്ട എന്ന് നമ്മുടെ വായിൽ നിന്ന് പുറത്ത് മീഡിയക്കാരോടൊന്നും ഈ ഒരു കാര്യം പുറത്ത് പോകരുത് എന്നിങ്ങനെ പറഞ്ഞ് കല്യാണി നേരെ അവിടെ നിന്നും എഴുന്നേറ്റ് ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെ അരികിലേക്ക് പോവുകയാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, കല്യാണി കിരൺ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തായാലും ദിലീപേട്ടന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തെറിവിളികളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കല്യാണത്തിൽ നിന്ന് പിന്മാറിയതിനും. അത് സാരില്ല, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങളൊന്നിക്കട്ടെ, അതിനുശേഷം പിന്നീലൊക്കെ നോക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് വേലുവും നമ്മുടെ രതീഷും പറയുന്നുണ്ട്, കല്യാണം എങ്ങനെയൊക്കെ നടക്കും, പക്ഷെ അവർക്ക് ഒന്നിച്ചുള്ളൊരു ജീവിതം അതാണ് നമ്മൾ ഭയക്കുന്നത്. അവർ കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ നമുക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് ഈ പറയുന്ന ഗംഗ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊക്കെയാണ് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. എന്തായാലും അതിനുശേഷം അട്ടഹസിച്ച് ചിരിക്കുന്ന നമ്മുടെ ദിലീപിനെ നമ്മുടെ ഗംഗയെ കാണിക്കുകയാണ്. ഗംഗയും കൂട്ടുകാരും കൂടിയിട്ട് ഈ ന്യൂസൊക്കെ അറിഞ്ഞിട്ട് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഗംഗ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ പരിപാടികളൊക്കെ ഏറ്റിട്ടുണ്ട്, ഇനിയിപ്പോൾ അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയല്ലോ, ഇനിയിപ്പോൾ നമുക്കൊരു ആശ്വാസമായി, ഇനി അവളെ കെട്ടാനായിട്ട് ആരും വരില്ല, ആരും പേടിച്ചിട്ട് അവളെ കെട്ടാനായിട്ട് വരില്ല. എന്തായാലും ദിലീപിൻ്റെ അച്ഛൻ്റെ ജീവൻ എടുക്കേണ്ടി വന്നു, അവനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി എന്നൊക്കെ പറഞ്ഞ് ഗംഗ അങ്ങനെ അട്ടഹസിച്ച് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മളുടെ ഈ സ്ഥലം അത് ആരും കണ്ടുപിടിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നിങ്ങനെ അവൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് 2-3 വീടുകളുണ്ട്, അവിടെ വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഒരു അപ്പാപ്പനും അമ്മാമ്മയും, അവർക്ക് കണ്ണും ചെവിടൊന്നും കേൾക്കാത്തൊരവസ്ഥയിലാണ്. പിന്നുള്ളവരൊക്കെ മക്കളൊക്കെ അങ്ങ് വിദേശത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് രാത്രി കടന്നു ചെല്ലാം, അവിടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ 3-4 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാം. അപ്പോൾ വാതിൽ കുത്തി തുറക്കേണ്ട കാര്യം ഞാൻ ഏറ്റു എന്ന് ഗംഗ പറയുകയാണ്. എന്തായാലും ആ ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരാനുള്ള തീരുമാനത്തിൽ അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഗംഗയൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.